കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അനുമോള് ആ ഒരു സീസൺ ജയിച്ചത് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു പാവയിൽ കൂടോത്രം ചെയ്തിട്ട് ആ ഒരു ഷോ വിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ കമന്റും വരുന്നുണ്ട് കൂടോത്രം സത്യമാണെന്നും ലൈക്ക് ഓട്ടിസം ബാധിച്ച പലരെയും സുഖപ്പെടുത്തിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആരെയും നിന്ദിക്കുന്നില്ല, പുച്ഛിക്കുന്നില്ല. കാരണം ലോകത്ത് പലതും സംഭവിക്കാം അല്ലേ. പക്ഷേ ലൈക്ക് എന്നാലും ചിന്തിക്കണം. നമുക്ക് അറിയാത്തൊരു കാര്യം അതിന് ഹൗ എന്നുള്ളൊരു സാധനം വരണം. ഇപ്പോൾ പ്ലാച്ചിയുടെ ഇതിൽ 2-3 ആൾക്കാരെ സംസാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ അസുഖങ്ങൾ ഓട്ടിസം ബാധിച്ചവർക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉപാസന മൂർത്തികൾക്ക് ഇപ്പൊ കൈവശം ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഉപാസന മൂർത്തികൾക്ക് ഇപ്പൊ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ ക്യാൻസർ അങ്ങനെ ചില പ്രശ്നങ്ങൾ വരാൻ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഭക്ഷണത്തിനകത്ത് ചേർത്ത് തരികയാണെങ്കിൽ വിചാരപരമായിട്ടുള്ള അറിയാവുന്നതും ചെയ്യുക, അവന്റെ അവസാനവും ഉണ്ട്, നഷ്ടവും ഉണ്ട്. മൈൻഡ് പവർ ആണോ, മെന്റലി ആണോ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് പേടിക്കുകയും റിയാക്ട് ചെയ്യുന്നതാണോ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അനുമോള് കളിച്ച് ജയിച്ചതല്ലേ. മനുഷ്യനാണ് ദൈവം ബ്രോ. മനുഷ്യനിലെ മനസ്സ്, മനുഷ്യനിലെ മനസ്സിലെ നന്മ, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ, കർമ്മ, നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടുന്നു. ദൈവം എന്ന് പറയുന്നത് ഇപ്പോഴും പല ആൾക്കാരെ പേടിപ്പിക്കാൻ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ആ ഒരു ബ്ലൈൻഡ് ബിലീവിൽ ഇല്ലാതായ കുടുംബങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ കയ്യിലെണ്ണില്ല. കാര്യങ്ങൾ ചെയ്യാതെല്ലാം ദൈവത്തിന്റെ തലക്കിട്ട് അല്ലെങ്കിൽ ചാത്തൻ സേവ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി. യെസ്, പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജീസ് സയൻസ് വൈസ് അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കാതെ സ്റ്റിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, ദൈവത്തിന് പൈസ ഭണ്ണാരത്തിലിടുക. ഗൈസ്, അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ ലോകം ഭരിക്കുന്നത് ആരാണ്? ദൈവമുണ്ടോ, ചെകുത്താനാണോ, അതോ കൂടോത്രമാണോ? ഒന്നും നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. എനിക്ക് ഈ സാധനം ഒന്നും ലൈവ് നേരിട്ട് കാണാത്തോണ്ട് പൊതുവേ ഞാൻ ഹിയർ ആൻഡ് സേ വിശ്വസിക്കാറില്ല. നേരിട്ട് ഫീൽ ചെയ്യാത്ത ഒരു സംഭവം ഞാൻ വിശ്വസിക്കാറില്ല. അപ്പൊ ആക്ച്വലി ഇദ്ദേഹമൊക്കെ പറയുന്നത് പ്ലാച്ചിയില് കൂടോത്രം അല്ലെങ്കിൽ പ്ലാച്ചിയിൽ അങ്ങനെ ഒരു പാവയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ദൈവമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് തന്നത്. അപ്പോൾ ചെകുത്താനാണോ, ദൈവമാണോ, കൂടോത്രമാണോ, ആരാണ് ലോകം ഭരിക്കുന്നത്, അതോ നമ്മളിലെ തന്നെയുള്ള നമ്മുടെ വിശ്വാസമാണോ, മാനിഫെസ്റ്റ് ആണോ എന്നൊക്കെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയാണ്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് യു വോണ്ട് ഗൈസ്? ബിക്കോസ് എനിക്ക് എന്താ പറയാ, ജീവിതകാലം മുഴുവനും അനുമോൾ ടോപ്പിക് ഇട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു ആണുങ്ങളുടെ സൈക്കോളജിയും സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് വീഡിയോ ഇട്ടിട്ട് ഒരു മനുഷ്യക്കും ഞാൻ അതൊക്കെ തിരിഞ്ഞു നോക്കിയില്ല. സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടന്റ് എടുത്തിട്ട് ഇത്രയും നേരം സംസാരിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഒരു അനക്കവും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അനുമോളുടെ കണ്ടന്റ് ചെയ്യുന്നോണ്ടാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, അതോ ശരിക്കും എന്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാണോ, എന്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. സോ നിങ്ങൾ ലിറ്ററലി ചായ് ടോക്സ് വിത്ത് വൈബ ഗുഡ് എന്ന് പറയുന്ന എന്റെ പേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് യു ആർ എക്സ്പെക്ടിങ് ഫ്രം മൈ എൻഡ്. എനിക്ക് എപ്പോഴും അനുമോളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇതിനകത്ത് ദൈവമുണ്ട്, കൂടോത്രമുണ്ട്, ബിഗ് ബോസ് ഉണ്ട്, ചാത്തന്മാരുണ്ട്, പ്ലാച്ചി മോളുണ്ട്, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പാവ കൂടുതലുള്ളതുകൊണ്ടാണ് കപ്പെടുത്തെന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ സംസാരിച്ച വീഡിയോയും അതേപോലെ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്, അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി ചില ആൾക്കാർ ദൈവത്തിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. ചിലവര് നെഗറ്റീവ് എനർജി വിശ്വസിക്കുന്നുണ്ട്, ചിലവര് ചാത്തന്മാരെ വിശ്വസിക്കുന്നുണ്ട്, ആൻഡ് ചെകുത്തന്മാരെ വിശ്വസിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും വിശ്വാസം എല്ലാവരുടെയും പ്രൈവസിയാണ്. വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദാറ്റ്. ആസ് എ പേഴ്സൺ ഞാനും ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. അമ്പലത്തിൽ പോകുമായിരുന്നു, ഭണ്ണാരത്തിൽ പൈസ ഇടുമായിരുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ചു വരുന്നത്. നമ്മുടെ കർമ്മമാണ് നമ്മളിലോട്ട് തരുന്ന റിസൾട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ മാനിഫെസ്റ്റ് ഇപ്പം ഇന്നലെ 2-3 ദിവസമായിട്ട് ഞാൻ മാനിഫെസ്റ്റിന്റെ പുറകെ തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ പുറകിലോട്ട് ഞാൻ നടന്നപ്പോൾ ഇപ്പൊ ആലിയ ഭട്ടൊക്കെ ആണെങ്കിലും ഇന്നലെ ഞാൻ കേട്ട ഒരു കാര്യമാണ്. ആലിയ ഭട്ട് എന്നൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവർക്കൊരു അവാർഡ് വേണം, നെക്സ്റ്റ് ഇയർ അവർക്കൊരു അവാർഡ് വേണം എന്നുണ്ടെങ്കിൽ 3 months മുമ്പ് തൊട്ടേ അവർ മിററിന്റെ മുന്നിൽ അവാർഡ് കിട്ടിയതായിട്ടും അവാർഡ് വാങ്ങിക്കുന്നതായിട്ടും അതിനുശേഷം
ആവശ്യമുള്ള സന്തോഷം പങ്കുവെക്കുന്നതായിട്ടും ആൻഡ് അവർ ടോട്ടലി മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് ആ അവാർഡ് കിട്ടി എന്നുള്ളത്. അപ്പൊ അനുമോള് മാനിഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അനുമോൾ ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ച കാര്യങ്ങൾ. അപ്പോ ഈ പ്ലാച്ചി എന്ന് പറയുന്ന വ്യക്തി, അതായത് ബിഗ് ബോസിന്റെ ഉള്ളിൽ എനർജി ഉണ്ടോ എന്ന് വെച്ചാൽ ഷുവർ ദർ ഇസ് എനർജി ഓവർ ദർ. കാരണം എന്ന് വെച്ചാൽ ഒരു കൺജസ്റ്റ് എനർജിയാണ്. ഞങ്ങളുടെ സീസണിൽ ജുനൈസ് ആണ് ആക്ച്വലി ആ ഒരു മാർക്കും അവിടെ കുറച്ച് വരയും കുറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജുനൈസ് ആണ് ആക്ച്വലി സാധനം കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങൾ പുറകെ പോയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഡിസൈൻസ് എല്ലാം ഓരോരോ എന്താ പറയാ, ഈ ഇതിന്റെ ഭാഷയിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, കുറെ ചതുരവും കള്ളിയും അതും ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു പുകയുന്ന എനർജിയാണ്, അതിന്റെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞ എനർജി ഇല്ല, ഒരു വീർപ്പ് മുട്ടുന്ന ഒരു കടിച്ചു കിരണം പോകുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളിലെ എനർജി ഡിഫറെന്റ് ആണ്, അതിന്റെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജി ഫോളോ ചെയ്യുന്നുണ്ട്, ആ രീതിയിലെ കാര്യങ്ങൾ. ഇപ്പോ ഈ ഒരു സീസണിലാണ് ആ പാവ കാരണമാണ് അനുമോള് ജയിച്ചതെന്ന് പറയുന്നത്. അപ്പോ PR ഇല്ല, അനുമോള് എടുത്ത എഫേർട്ട് ഇല്ല, ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് പ്ലാച്ചി ആണ് അനുമോള് ജയിച്ചെന്നുള്ള രീതിയിൽ പറയുന്നത്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനിതൊന്നും വിശ്വസിക്കുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റാതെ ആ ഒരു കാര്യം വിശ്വസിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പൊ ചോദിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് കോർ ദൈവവിശ്വാസിയായ ഞാനൊരു പാർട്ടിക്കുലർ ടൈമിൽ എന്റെ ലൈഫ് ചന്നം ഭിന്നം തെറ്റിത്തെറിച്ച് പോയത് എനിക്കറിയാം. അപ്പോൾ അത്രയും വിശ്വാസി, അത്രയും അമ്പലങ്ങളിൽ പോയി അത്രയും കാര്യങ്ങൾ ചെയ്തു, അത്രയും ഭണ്ണാരത്തിൽ പൈസ ഇട്ടു, അത്രയും കാലത്തും വൈകിട്ടും കുളിച്ച് നാമം ചൊല്ലിക്കൊണ്ടിരുന്ന വ്യക്തിയായ ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ലൈഫ് തെറ്റിപ്പോയത്? എന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട്, ഒള്ളി ബിക്കോസ് ഓഫ് എന്റെ കയ്യിലിരിപ്പിന്റെ കൊണ്ട്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പേന പൂജാരിയുടെ കൈ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് മാത്സിൽ 8ാം ക്ലാസ്സിൽ ഞാൻ പൊട്ടി. പിന്നെ പറഞ്ഞം പൊട്ടലായിരുന്നു. +2 ഡിഗ്രി ഒക്കെ പൊട്ടി. പിന്നെ എഫേർട്ട് ഇട്ട് ഞാനിരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ പാസ്സായത്. അപ്പോൾ ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് യു നോ സം എനർജി ഈസ് ദർ, സം യൂണിവേഴ്സൽ എനർജി ഈസ് ദർ. ഐ ലവ് ടു ബിലീവ് ഇൻ ദാറ്റ്. അങ്ങനെ ദൈവം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോസ് എല്ലാം എന്റെ ചോദ്യങ്ങളാണ് നിങ്ങളിലോട്ട്. സ്റ്റിൽ ദൈവമുണ്ടോ? എവിടെയാണ് ദൈവം? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന മനുഷ്യനാണ് ദൈവം എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ മനസ്സിനാണ് ദൈവം എന്ന് പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുക, എല്ലാവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുക, സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക. നമ്മളൊന്ന് വീണ് കിടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വീണ് കിടന്നിട്ട് ഈ ദൈവം എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ല, അവർ മനുഷ്യനാണ് വന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ പലരും പറയും മനുഷ്യന്റെ രൂപത്തിലാണ് ദൈവമുള്ളതെന്ന്. അതേപോലെ തന്നെ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നു, ജാതകം നോക്കി 8-ൽ 8 പൊരുത്തം, ബുധൻ അങ്ങോട്ട് പോയി, ശുക്രൻ അങ്ങോട്ട് പോയി, ആ ചേട്ടന്റെ പണിയെടുക്കുന്നു. പക്ഷെ എന്റെ പണിയാണ് ആ ചേട്ടൻ അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ ആ പണിയെടുത്തു കഴിഞ്ഞാൽ ആ ചേട്ടന് പൈസ ഇട്ടിട്ട് വീട്ടിൽ പോയി കുടുംബം നോക്കാൻ പറ്റും. ആ ചേട്ടൻ ആ ബോസ് നിർത്തിയാലേ എനിക്കിവിടെ പണിയെടുക്കാൻ പറ്റും. എനിക്കിവിടെ പണിയെടുത്താലേ യൂട്യൂബ് പൈസ തരുള്ളൂ. സോ നിങ്ങളെല്ലാവരും താങ്ക് യു ചേട്ടാ, ഒന്ന് നിർത്തും, 1 സെക്കൻഡ്, 1 മിനിറ്റ് എന്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ഒരു എന്തോ മുറിക്കുന്ന സൗണ്ടോ എന്തോ ആണ്. അപ്പൊ ഞാനിപ്പോ സംസാരിച്ചത് നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല. നേരത്തെ ഞാൻ കുറച്ച് എടുത്തപ്പോ ചേട്ടൻ നിർത്തി. ഇപ്പൊ രണ്ടാമത് ചേട്ടൻ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് 1 സെക്കൻഡ് നിർത്താം. സമാധാനപരമായിട്ട് ആ ചേട്ടൻ നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ അമ്പലം, ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പേടിയായിരുന്നു. ലൈക്ക് അമ്പലത്തിൽ തൊഴുതില്ലെങ്കിൽ പ്രശ്നം, ഭണ്ണാരത്തിൽ പൈസ ഇട്ടില്ലെങ്കിൽ പ്രശ്നം, പുഷ്പാഞ്ജലിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, പുഷ്പാഞ്ജലിക്ക് പൈസ കൊടുത്താൽ അത് റെഡി. അപ്പോൾ ദൈവം എന്ന് പറയുന്നതിനെ ഒരു പേടിപ്പിക്കുന്ന രൂപമായിട്ടാണ് പിള്ളേരുടെ മുന്നോട്ടും എന്റെ മുന്നോട്ടൊക്കെ എടുത്തു വെച്ചത്. അത് മാത്രമല്ല, ഒരുപാട് മിത്ത്, ലൈക്ക് കാലാട്ടം പാടില്ല, പെൺകുട്ടികൾ സന്ധ്യ കഴിഞ്ഞ് ഉറക്കെ സംസാരിക്കാൻ പാടില്ല, വലത്തേ കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൈസ വരും, ഇടം കണ്ണ് തുടിച്ചാൽ നല്ലതാണ്, വലത്തേ കണ്ണ് തുടിച്ചാൽ കരയും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അമ്പലത്തിൽ പോകാന്നുകൊണ്ട് പോയില്ലെങ്കിൽ എനിക്കത് കിട്ടും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും, ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് പലരെയും ഇപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ആർക്കും പോയി ചോദിക്കാൻ പറ്റത്തില്ല അവിടെ ദൈവം ഉണ്ടോ എന്നുള്ളത്, ആർക്കും പോയി ചോദിക്കാൻ പറ്റത്തില്ല. അതുപോലെ ചാത്തൻ സേവയാണെങ്കിലും എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ വന്നിട്ട് പറയുന്നു, അപ്പോൾ നമ്മൾ ഇവരോട് ദൈവം ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അപ്പോൾ ആർക്കും മറുപടി ഉണ്ടല്ലോ. അപ്പോൾ അവർ വിധി എന്നുള്ള രീതിയിൽ പറയും. ഇപ്പൊ ജോത്സ്യം നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ എന്ത് പറയും? അത് വിധിയാണ്, നിന്റെ തലയിൽ അങ്ങനെ എഴുതിയിട്ടുള്ളൂ മോളെ എന്ന് പറയും. നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിച്ച് പണ്ടാറടങ്ങി എന്ത് ചെയ്യും? നീ കാരണമെന്ന് പറയും. സോ ദൈവം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഒരുപാട് മാനിപ്പുലേറ്റഡ് ആവുന്ന രീതിയിലാണ് സൊസൈറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. എന്തോരം ഓൾ ദൈവങ്ങളാണ് ലോകത്തുള്ളത്. അതേപോലെ ഭക്തി കാരണം എന്തോരം പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവം, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ദൈവം ഉണ്ടോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ദൈവം ഉണ്ടോ എന്നുള്ള പദത്തിനെ പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതേപോലെ പ്ലാച്ചി എന്ന് പറയാം. അപ്പൊ അനുമോൾ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചിട്ടില്ല.
അപ്പൊ ഈ ഡോളിലോട്ട് ഈ ഒരു കൂടോത്രം കയറ്റിയിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് വിട്ടിരിക്കുന്നതിന് ബിഗ് ബോസും എല്ലാവരും ഇതിന് സമാധാനം പറയണം. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു എനർജി ഫീൽ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ശരിയാണ്. പക്ഷെ എനിക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്ലാച്ചിയിൽ കൂടോത്രം അല്ലെങ്കിൽ ആ ഒരു ഡോളിലോട്ട് അങ്ങനെ ഒരു കൂടോത്രം ചെയ്യാൻ പറ്റും. കൂടോത്രം ഇൻ ദ സെൻസിലേക്ക് ഒരു എനർജി പാസ് ചെയ്ത് വിടാൻ പറ്റും. ഓൺലി ബിക്കോസ് ഓഫ് പ്ലാച്ചിയാണ് അനുമോള് ജയിച്ചെന്ന് പറയുമ്പോൾ ഇപ്പൊ PR വിനുവിൽ നിന്നും പ്ലാച്ചിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2025 2026 സ്റ്റാർട്ട് ആകാൻ പോകുന്ന സയന്റിഫിക്കലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ എത്രത്തോളം പ്രശസ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. സയൻസ് പരമായിട്ടാണ് നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നത്. അതല്ലാതെ കുഞ്ഞു കുട്ടികളിൽ പോലും നിങ്ങളിലും ഉണ്ടാവും അല്ലെ, ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ദൈവം. അപ്പോൾ ആ ഒരു പേടിയിൽ നിന്നൊക്കെ ഫ്രീ ആയി നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ കർമ്മമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. യൂണിവേഴ്സൽ കോൾ, മാനിഫെസ്റ്റ്, അതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രതിമ, അതല്ലെങ്കിൽ ഒരു കല്ല് വെച്ചിട്ട് അതിനെ ഇതാക്കുന്നു. അതുപോലെ ഭണ്ണാരത്തിൽ പൈസ ഇടുന്നു. ഈ ഭണ്ണാരത്തിൽ പൈസ ഇടുന്നത് എന്തിനാണ് ഭണ്ണാരത്തിൽ പൈസ ഇടുന്നത്? ദൈവത്തിന് എന്തിനാണ് ഭണ്ണാരത്തിൽ പൈസ ഇടുന്നത്? ദൈവവും ഈ ഭണ്ണാരത്തിൽ പൈസയായിട്ട് എന്താണ് ബന്ധമുള്ളത്? ദൈവത്തിനും ഭണ്ണാരത്തിന്റെ ഇടയിൽ നിൽക്കുന്നത് സാമ്യമാണ്. അപ്പോൾ ഈ ഭണ്ണാരത്തിൽ പൈസ കൊണ്ട് അമ്പലം വലുതാവുന്നു എന്നല്ലാതെ ദൈവത്തിന് എന്തിനാണ് പൈസ? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് സംസാരിച്ച് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 അനുമോള് ജയിച്ചത് പ്ലാച്ചി ഡോള് കാരണം. അതില്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു സാധനം കയറ്റി വിട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ സീസണിൽ ജാസ്മിന്റെ കയ്യിൽ ഡോൾ ഉണ്ടായിരുന്നില്ലേ, രജിസാറിന്റെ കയ്യിൽ ഡോൾ ഉണ്ടായിരുന്നില്ല, അപ്പോഴൊക്കെ അവിടെ പോയിരുന്നു. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ലോകമാണ്, അതൊരു വല്ലാത്ത ഗെയിമാണ്. അതിനകത്തുള്ളൊരു വല്ലാത്ത എനർജിയാണ്. ആ എനർജി വേണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഒരു കൺറ്റസ്റ്റഡ് എനർജിയാണ്, അല്ലെങ്കിൽ ചില എനർജി ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാളായിട്ട് സംസാരിച്ചു, എനിക്ക് ആളുടെ എനർജി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര സഫോക്കേഷൻ ആവുന്നു, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു. ഇതൊക്കെ ഇത് എന്റെ ഫീൽ തന്നെയാണ്. ഒരു എനർജി മീറ്റ്സിൽ, എനർജി വൈബിൽ, എനർജിയിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ ഒരു സംഭവത്തിന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ദൈവം എന്നുള്ള പ്രയോഗത്തിനേക്കാൾ ഭേദം അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. അതല്ലെങ്കിൽ എത്ര തന്നെയാണെങ്കിലും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ദൈവം ഉണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്. പക്ഷെ ആ ഒരു വിശ്വാസത്തിനെ, നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. പക്ഷേ ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം പൊട്ടത്തരമായിട്ട് ചിന്തിച്ച് ചെയ്യാത്തതിന് ദൈവത്തിനെ പഴിക്കുകയും ദൈവത്തിനെ കൂട്ടുപിടിക്കുകയും ദൈവം തന്നു എന്ന് പറയുന്നതിനോട് എനിക്കൊരു ലോജിക്കില്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്ലാച്ചു അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറഞ്ഞാൽ അപ്പൊ അനുമോൾ അവിടെ ഗെയിം കളിച്ചത് എന്ത്? അനുമോൾ അവിടെ കരഞ്ഞത് എവിടെ? അനുമോൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നത് എവിടെ? ഈ പ്ലാച്ചു ഉള്ളതുകൊണ്ടാണോ? പ്ലാച്ചി അപ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത്? അനുമോൾ അവിടെ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചതിൽ പ്ലാച്ചിക്ക് കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ മണ്ടത്തരാന്ന് ഞാൻ പറയത്തുള്ളൂ. കമന്റ് യുവർ തോട്ട്സ് ഗൈസ്. ആൻഡ് ഞാൻ ഇനി ഏതൊക്കെ വീഡിയോ കൊണ്ട് എങ്ങനത്തെ കണ്ടന്റ് കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തെ ഓർത്ത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ദൈവമുണ്ടോ, ചെകുത്താനുണ്ടോ, കൂടോത്രമുണ്ടോ? നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ഇതിനൊന്നും വിശ്വസിക്കുന്നില്ല. എന്റെ വായനാക്ക്, എന്റെ പ്രവൃത്തി, അതിൽ നിന്നാണ് എനിക്ക് കിട്ടുന്ന മറുപടികൾ, അതിൽ നിന്ന് കിട്ടുന്ന എനിക്ക് റിസൾട്ട്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ മാനിഫെസ്റ്റ്. വൈ? ബിക്കോസ് മൈൻഡ് ഈസ് എവരിത്തിങ്. മനസ്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ അതിനെ ബീറ്റ് ചെയ്യാൻ ഒന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല. അതിനവർ പറയുന്നത് കൊനിസ്റ്റ് ചോദിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അതൊക്കെ വിധി എന്നാണ്. വാട്ട് ഈസ് വിധി? വാട്ട് ഈസ് അണ്ടർ വിധി? വാട്ട് ദ